ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളുടെ എണ്ണം ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതലായി കാണുന്നത് അത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് തുടരുന്നതായിട്ട് കാണാം. ഇന്ന് നമ്മൾ NSEയിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 1764 സ്റ്റോക്കുകളാണ്, ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 1316 സ്റ്റോക്കുകളാണ്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ മോശമല്ലാത്തൊരു ബൈങ് നടക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയേണ്ടത്. മാർക്കറ്റിൽ ഇപ്പോൾ 2 പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിലവിലൊരു കൺസോളിഡേഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് FIIസിൻ്റെ നെറ്റ് ബൈയിങ്. അപ്പോൾ ഇന്നലെ നമുക്ക് കാണാൻ കഴിയും FIIs നെറ്റ് ബൈയിങ് പൊസിഷനിലേക്ക് വന്നിരുന്നു. 308 കോടിയുടെ വളരെ നേരിയൊരു ബൈയിങ് ആണെങ്കിലും അതൊരു ട്രെൻഡ് ചേഞ്ചിന് അതിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ഇന്ത്യൻ റുപ്പി കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സെപ്റ്റംബർ മാസം ആദ്യമായിട്ടാണ് ഇന്ത്യൻ റുപ്പി ഇന്ന് ഡോളറിനെതിരെ 88 രൂപ എന്ന റേഞ്ചിന് മുകളിൽ പോകാതെ അതിൻ്റെ താഴെ മാത്രം നിന്നുകൊണ്ട് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില സൂചനകളാണ് നൽകുന്നത്. ഇത് കൂടാതെ തന്നെ ഇന്ത്യ-US ട്രേഡ് ടോക്ക് ആണ് മാർക്കറ്റിൽ ഇത്രയധികം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അസിസ്റ്റന്റ് US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആയ ബെൻഡൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേറ്റ്സും അതുപോലെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ ഒരു സ്പെഷ്യൽ സെക്രട്ടറിയായ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ടീമുമാണ് ഡൽഹിയിൽ ഈ US ഇന്ത്യ ട്രേഡ് ചർച്ച നയിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഡിസ്കഷൻസ് പോസിറ്റീവാണെന്നും എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന സമഗ്രമായ ഒരു ടോക്കാണ് നടക്കുന്നതെന്നും 2 രാജ്യങ്ങൾക്കും മ്യൂച്വലായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെൻറ്റിൽ എത്താൻ കഴിയുമെന്നുമാണ് മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് പോസിറ്റീവ് ആവുകയും ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ബൈങ് ക്രോസ് മാർക്കറ്റ് ക്യാപ്പിൽ കാണുകയും കൂടാതെ നമ്മൾ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടിന്യൂസ് മൊമെന്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ തരുന്നത്. കാരണം നിഫ്റ്റി ഇന്ന് 25,250 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് 25,330 അപ്പോൾ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മളിവിടെ കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് US-ന്റെ വളരെ നിർണായകമായിട്ടുള്ള ഫെഡ് പോളിസി വരാൻ പോവുകയാണ്. ഇപ്പോൾ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനം വളരെ നിർണായകമാണ് ഇന്ത്യൻ മാർക്കറ്റിലായാലും ഗ്ലോബൽ മാർക്കറ്റിലായാലും. അപ്പോൾ അവിടെ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് 25 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ട്, അത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് കമൻട്രിയും, അതായത് ഡിസംബറിൽ മറ്റൊരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു കമൻട്രി കൂടി വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ 25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ടും പക്ഷേ ഡിസംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നൊരു കമൻട്രിയാണ് വരുന്നതെങ്കിൽ അത് മാർക്കറ്റിൽ വലിയൊരു ആവേശം സൃഷ്ടിക്കണമെന്നില്ല. മറ്റൊരു നേരിയൊരു സാധ്യത ഉള്ളത് 50 ബേസിസ് പോയിന്റിന്റെ റേറ്റ് കട്ടാണ്. അത്തരം ഒരു തീരുമാനം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു മൂവിന് സാധ്യത ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ അക്രോസ് സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, ഓട്ടോ, ഫൈനാൻഷ്യൽസ്, മീഡിയ, IT, റിയൽറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെഗ്മെൻ്റൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. അതേപോലെ FMCG, മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ക്ലോസിങ്ങിലാണ് ഉണ്ടായത്. ഇപ്പോൾ എടുത്തു പറയത്തക്ക ഒരു മൂവ് നടന്നിട്ടുള്ളത് PSU ബാങ്ക് ഇൻഡെക്സിലാണെന്ന് കാണാം. അവിടെ 2.5% ഒരു അപ്സൈഡ് മൂവാണ് 12 സ്റ്റോക്കുകളുള്ള ആ ഒരു ഇൻഡെക്സിലുണ്ടായത്. ആ ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ 3% ചുറ്റിപ്പറ്റിയുള്ള ഒരു മൂവ് ഉണ്ടായി. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, IOB പോലെയുള്ള സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റൈസ് PSU ബാങ്കിൽ ഉണ്ടാകാനുള്ള കാരണം PSU ബാങ്കുകളിലുള്ള ഗവൺമെന്റ് സ്റ്റേക്ക് ചില ബാങ്കുകളിൽ ഓഫേഴ്സ് വഴി വിറ്റഴിക്കാൻ സർക്കാർ നീക്കമുണ്ടെന്ന വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഹോൾഡിംഗ് 51% താഴെ പോകില്ലെന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഇന്ന് വന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് എടുക്കുകയും PSU ബാങ്ക് ഇൻഡെക്സിൽ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. CNBC TV18 അറേഞ്ച് ചെയ്ത ഒരു ബാങ്കിങ് ട്രാൻസ്ഫോർമേഷൻ സമിറ്റ്, അതിൽ സംസാരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസ് സെക്രട്ടറി ആയിട്ടുള്ള M. നാഗരാജു ആണ് ഇത്തരമൊരു ക്ലാരിഫിക്കേഷൻ നൽകിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ 51% താഴെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ഹോൾഡിംഗ് വിറ്റഴിക്കാനുള്ള യാതൊരു പ്രപ്പോസലും ഗവൺമെന്റിന്റെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് PSU ബാങ്കിൽ ഒരു റാലിക്ക് കാരണമായത്. ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട 3 IPOകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അർബൻ കമ്പനിയുടെ IPO വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ആണ് നടത്തിയത്. ഏകദേശം 57% ഒരു
പ്രീമിയത്തിലാണ് അത് ലിസ്റ്റ് ചെയ്തത്. 98, 103 എന്ന പ്രൈസ് റേഞ്ചിലായിരുന്നു അതിൻ്റെ IPO ഇഷ്യൂ പ്രൈസ്. അതാണ് 162 എന്ന ലെവലിലേക്ക് ഉയർന്നിട്ട് ലിസ്റ്റ് ചെയ്തത്. ഇതേപോലെ ശൃംഗാർ ഹൗസ് ഓഫ് മംഗൾസൂത്രയുടെ IPO അതും ഒരു 14% ഒരു ഗെയിനോടുകൂടിയാണ് ലിസ്റ്റ് ചെയ്തത്. എന്നാൽ ദേവ് ആക്സിലറേറ്റർ എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ IPO അത് ഇന്ന് ലിസ്റ്റ് ചെയ്തത് IPOയുടെ സെയിം പ്രൈസിലായിരുന്നു. IPO പ്രൈസ് 61 ആയിരുന്നു. അതേ പ്രൈസിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്തത്. യാതൊരുവിധ ലിസ്റ്റിംഗ് ഗെയിനും ഇൻവെസ്റ്റേഴ്സിന് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ആ സ്റ്റോക്കിൽ നല്ലൊരു ബൈങ് നടക്കുകയും ഒരു 5% അപ്പർ സർക്യൂട്ടിലേക്ക് പോയതായിട്ടും കാണാം. അപ്പോൾ മാർക്കറ്റ് വളരെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ IPOകൾ ഈ രീതിയിലുള്ള നല്ലൊരു മൂവ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റ് IPOകൾക്ക് ഒരു പ്രചോദനമാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജിയോയുടെ IPOയും NSEയുടെ IPOയും മാർക്കറ്റ് പ്രതീക്ഷയോടെ കാണുന്ന IPOകളാണ്. ഇനി മറ്റൊരു ഇവന്റിലേക്ക് വന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടാൽ അത്തരം സ്റ്റോക്കുകളിൽ ലോങ് ടേമിലും ഷോർട്ട് ടേമിലും ചില നിബന്ധനകൾക്ക് വിധേയമായി ആ സ്റ്റോക്കുകളെ തരംതിരിച്ച് അതിൻ്റെ ട്രേഡിൽ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് പൊതുവെ ASM ലിസ്റ്റ് അഥവാ അഡീഷണൽ സർവേലിയൻസ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സ്ട്രാ ഒരു വാച്ച് ഡോഗായിട്ട് സെബിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഈ സ്റ്റോക്കുകളെ വാച്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതോടെ ശരാശരി ഇൻവെസ്റ്റേഴ്സിന്റെ പണം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു ട്രേഡിങ്ങിലുള്ള നിയന്ത്രണം ആ സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ASM ലിസ്റ്റിലേക്ക് ഒരു സ്റ്റോക്ക് വരണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് പ്രൈസിൽ ഹൈ വോളറ്റിലിറ്റി വരുമ്പോൾ തന്നെ ആ സ്റ്റോക്കിനെ നിരീക്ഷിക്കാൻ തുടങ്ങും. കൂടാതെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് വോളിയം സ്റ്റോക്കിൽ വരുമ്പോൾ അത് കൂടുതലായിട്ട് നിരീക്ഷണങ്ങളിലേക്ക് വരും. അതുപോലെ ചില സ്റ്റോക്കുകൾ ഹൈ ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ, ഉദാഹരണത്തിന് ഒരു 25ഓളം ടോപ്പ് ക്ലയൻറ്റുകൾ വലിയ തോതിൽ സ്റ്റോക്ക് വാങ്ങുക, ആ രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റോക്കിൽ വാങ്ങിയിട്ട് ആ സ്റ്റോക്കിൻ്റെ മാനിപ്പുലേഷൻ നടത്തുക, അത്തരം കാര്യങ്ങളിൽ വരികയാണെങ്കിലും ആ സ്റ്റോക്ക് നിരീക്ഷിക്കപ്പെടും. കൂടാതെ ഹൈ വോളിയം നടക്കുകയും എന്നാൽ ഡെലിവറി പെർസെൻറ്റേജ് തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുക. കൂടാതെ PE റേഷ്യോയിൽ ഹൈ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുക. അതേപോലെ ചില യുണീക്ക് ആയിട്ടുള്ള പാൻ കാർഡുകൾ ആ സ്റ്റോക്കുകൾ പ്രസൻസിൽ കാണുക. ഇതൊക്കെ സെബിയുടെയും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ സ്റ്റോക്കിനെ ലോങ് ടേമിലേക്കോ അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കോ ASM ലിസ്റ്റിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് അപ്പർ ലോവർ സർക്യൂട്ട് ലിമിറ്റ് കുറക്കും. അതുപോലെ മാർജിൻ ഫെസിലിറ്റി ആ സ്റ്റോക്കിൽ ഇല്ലാതാകും. F&O സെഗ്മെന്റിൽ നിന്ന് ബാൻ ചെയ്യും. ഈ രീതിയിലുള്ള പല മെഷേഴ്സും അത്തരം സ്റ്റോക്കുകൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാലമായിട്ട് ലോങ് ടേം ASM ലിസ്റ്റിൽ ആ ഒരു ഫ്രെയിം വർക്കിൽ നിൽക്കുന്ന ചില സ്റ്റോക്കുകൾ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരണമെങ്കിൽ അത്തരത്തിലുള്ള അബ്നോർമൽ ട്രേഡിംഗ് പാറ്റേൺ ആ സ്റ്റോക്കിൽ ഇല്ലാതാവുകയും കഴിഞ്ഞ 60 മുതൽ 90 ദിവസത്തോളം അത്തരം ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത സ്റ്റോക്കുകളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ASM ലിസ്റ്റിൽ തന്നെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന രീതിയിലുള്ള പല സ്റ്റേജുകളും കാണാം. അപ്പോൾ ആ ഒരു എല്ലാ റെസ്ട്രിക്ഷനിൽ നിന്നും പുറത്തു വന്ന അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്, മറ്റൊന്ന് NDR ഓട്ടോ കമ്പോണൻസ് ലിമിറ്റഡ് ആണ്, മറ്റൊരു സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺസ് ആണ്. കൂടാതെ CCL പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇതേപോലെ ആ ഒരു ASM ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായിട്ടുള്ള BSC ലിമിറ്റഡും ഇത്ര നാൾ ASM ലിസ്റ്റിലായിരുന്നു, അവിടെ നിന്ന് അത് പുറത്തു വന്നിട്ടുണ്ട്. ഗ്രാൻഡ് കോണ്ടിനെന്റൽ ഹോട്ടൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ആ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 14-ാം തീയതിയാണ് ASM ലിസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ട്രേഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മാർക്കറ്റിലെ മറ്റൊരു ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ചില സ്റ്റോക്കുകൾ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്ന രീതിയിൽ തരംതിരിക്കുന്നതിന് അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ സെബിയാണ് ഇത്തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡാറ്റകൾ ഉപയോഗിച്ചാണ് ഈ രീതിയിൽ സ്റ്റോക്കുകളെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പുമായിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ 6 മാസം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു റീജിഗ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ നടത്താറുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു റീബാലൻസിങ്ങിൽ ഏതൊക്കെ സ്റ്റോക്കുകളായിരിക്കാം ലാർജ് ക്യാപ്പിലേക്ക് പോവുക, ഏതൊക്കെയായിരിക്കാം മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്ക് പോവുക എന്നതിനെക്കുറിച്ച് നൊവാമയുടെ ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നതായിട്ട് കാണാം. അതിലവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഇതിനു മുമ്പ് 91,600 crore മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളെ ആയിരുന്നു ലാർജ് ക്യാപ് സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയത്. അതിനി 1 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളായിട്ട് മാറുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. കൂടാതെ 30,700 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളെയായിരുന്നു മിഡ് ക്യാപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനി 33,400 കോടിക്ക് മുകളിലേക്ക് വരുമെന്നും അവർ പ്രവചിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ ലാർജ് ക്യാപ്പിലേക്ക് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളായിട്ട് അവർ കാണുന്നത് ഒന്ന് മുത്തൂറ്റ് ഫിനാൻസ്, കാനറ ബാങ്ക്, ഡിക്സൺ ടെക്നോളജീസ്, സ്വിഗ്ഗി, പോളിക്യാബ് ഇന്ത്യ, ബോഷ്, HDFC AMC തുടങ്ങിയ സ്റ്റോക്കുകളാണ്.
എന്നാൽ ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളായിട്ട് അവർ കാണുന്നത് ഇൻഡസ് ടവേഴ്സ്, ലൂപ്പിൻ, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ഇൻഫോ എഡ്ജ്, അദാനി എനർജി സൊല്യൂഷൻ, റെക്ക് പോലെയുള്ള സ്റ്റോക്കുകളാണ്. അതേപോലെ മിഡ് ക്യാപ്പിലേക്ക് സ്മോൾ ക്യാപ്പിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾ അവർ പ്രവചിക്കുന്നത് എൻഡ്രൻസ് ടെക്നോളജീസ്, കൊഹാൻസ് ലൈഫ് സയൻസസ്, പൂനാവാല ഫിൻകോപ്പ്, അപ്പാർ ഇൻഡസ്ട്രീസ്, ഗില്ലറ്റ് ഇന്ത്യ, HDB ഫൈനാൻഷ്യൽ സർവീസസ്, ആന്തം ബയോസയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. എന്നാൽ മിഡ് ക്യാപ്പിൽ നിന്നും സ്മോൾ ക്യാപ്പിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളായിട്ട് കാണുന്നത് ഗുജറാത്ത് ഗ്യാസ്, അജന്ത ഫാർമ, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, സോന BLW, അതുപോലെ LIC ഹൗസിംഗ് ഫിനാൻസ്, ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ, അതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ സ്റ്റോക്കുകളാണ്. ഇതുകൂടാതെ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് സ്മോൾ ക്യാപ്പിലേക്ക് എൻട്രി എടുക്കാൻ പോകുന്ന ചില സ്റ്റോക്കുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് വിക്രം സോളാറാണ്, വരുന്നത് NSDL, അതുപോലെ ആദിത്യ ഇൻഫോടെക്, JSW സിമെന്റ്, സ്മാർട്ട് വർക്ക്സ് കോവർക്കിംഗ് സ്പേസസ്, അമാൻഡ ഹെൽത്ത് കെയർ, പട്ടേൽ റീറ്റെയിൽ പോലെയുള്ള സ്റ്റോക്കുകളാണ് പുതുതായിട്ട് സ്മോൾ ക്യാപ്പിലേക്ക് വരാൻ പോകുന്ന സ്റ്റോക്കുകളായിട്ട് അവർ കണക്കൂട്ടുന്നത്. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ലിസ്റ്റ് അല്ല. ഒഫീഷ്യൽ ലിസ്റ്റ് MFI ആണ് പ്രസിദ്ധീകരിക്കുക. ഇപ്പോൾ 2026 ജനുവരിയിലായിരിക്കും അത് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ 2025 ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ അവർ നടത്തുക. ഇപ്പോൾ ഫെബ്രുവരി 1 അത് എഫക്റ്റീവ് ആകുക. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഏറ്റവും ഉപകാരപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനാണ്. അവരുടെ സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് പോലെയുള്ള പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും ഇത്തരം സ്റ്റോക്കുകളുടെ പൊസിഷൻ അവർ ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.